ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ പുരോഗതിക്കും കാരണം അതിന്റെ ചാലക ശക്തിയാണ് മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനാ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും അതുപോലെ നമ്മുടെ സ്ഥാപന രംഗങ്ങളിലെല്ലാം മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി ചാലക ശക്തിയായി ഇന്നും പ്രവർത്തിക്കുന്നു എന്നതാണ്. അതുപോലെ ശൈഖ് സി.എം. വലിയുള്ളാഹിയുടെ ഏറ്റവും വലിയ കറാമത്ത് ഇൽമുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അല്ലാഹു തആല അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സി.എം. വലിയുള്ളാഹിയുടെ നാമധേയത്തിലുള്ള എല്ലാ മജ്ലിസുകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഷർത്താണ്, അതിന്റെ ഫർളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഫർളിലേക്ക് എത്തിച്ചേരാനുള്ള ഷർത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി എങ്കിൽ മുനാഫിഖീങ്ങളായത് ഷർത്ത് പാലിക്കാത്തത് കൊണ്ടാണ്. ഇബ്ലീസായത് ഷർത്ത് പാലിക്കാത്തത് കൊണ്ടാണ്. ഷർത്ത് പാലിക്കാതെ ഫർളുകൾ എത്ര ചെയ്താലും അത് സ്വീകരിക്കുകയില്ല. വൈലുല്ലിൽ മുസല്ലീൻ. ഷർത്ത് പാലിക്കാത്ത മുസല്ലീങ്ങൾ നിസ്കാരക്കാർക്കാണ് ഏറ്റവും വലിയ ചെരുവ് എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ ഷർത്തിൽ നിന്ന് ആരൊക്കെ പ്രകാശം ഏറ്റുവാങ്ങിയോ അവർക്ക് മഹത്വമുണ്ട്. ആ പ്രകാശമില്ലാത്ത നിസ്കാരം സ്വീകാര്യമല്ല. ആ പ്രകാശമില്ലാത്ത ഹജ്ജ് സ്വീകാര്യമല്ല. ആ പ്രകാശമില്ലാത്ത ഒന്നും സ്വീകാര്യമല്ല. മുനാഫിഖീങ്ങൾ നിസ്കരിക്കാഞ്ഞിട്ടല്ല, ഇബ്ലീസ് നിസ്കരിക്കാഞ്ഞിട്ടല്ല, പ്രകാശത്തിൽ നിന്നുള്ള മഹത്വം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. ഇവിടെയാണ് മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹിയെ നാം അനുസ്മരിക്കേണ്ടത്. ഇവിടെയാണ് സി.എം. വലിയുള്ളാഹിയുടെ മഹത്വം പ്രകടമാകുന്നത്. മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി എന്ന ആ മഹാനുഭാവൻ ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ പുരോഗതിക്കും കാരണം അതിന്റെ ചാലക ശക്തിയാണ് മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനാ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും അതുപോലെ നമ്മുടെ സ്ഥാപന രംഗങ്ങളിലെല്ലാം മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി ചാലക ശക്തിയായി ഇന്നും പ്രവർത്തിക്കുന്നു എന്നതാണ്. അൽഹംദുലില്ലാഹ്. ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മടവൂരിൽ നമ്മുടെ സി.എം. സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹിയുടെ നാമധേയത്തിൽ എന്റെ നാടായ തെന്നലയിൽ സി.എം. മർക്കസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. അൽഹംദുലില്ലാഹ്. 25 വർഷത്തിലധികമായി 1500-ൽ പരം ഫാദിലി ബിരുദ്ധാരികളായ പണ്ഡിതന്മാർ അവിടുന്ന് പുറത്തിറങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുൽ മുഹദ്ദിഖ് താജുൽ മുഹദ്ദിഖീൻ ശൈഖുന കോട്ടൂർ ഉസ്താദ് 20 വർഷത്തോളമായി അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് അറിയാം. കൂടുതൽ എവിടെയും നിൽക്കാറില്ല. പക്ഷെ അവിടെ സി.എം. വലിയുള്ളാഹിയുടെ നാമധേയത്തിലുള്ള ആ സ്ഥാപനത്തിൽ യാതൊരു വിഷമവുമില്ലാതെ പ്രയാസമില്ലാതെ അവിടെ നിന്നു പോരുന്നത്, ആ മഹത്തായ സംവിധാനം അവിടെ നിൽക്കുന്നത് പാവപ്പെട്ട എന്റെ കഴിവില്ലെന്ന് 100% എനിക്കറിയാം. മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കറാമത്താണ് ആ സ്ഥാപനം. ഒരു സി.എം. മർക്കസ് മാത്രമല്ല, ഒരുപാട് ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തുണ്ടാക്കിയത് മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹിയുടെ ചാലക ശക്തിയാണെന്ന് നമുക്കറിയാം. ആ പ്രകാശത്തിൽ നിന്ന് മഹാന്മാരായ ഔലിയാക്കളാൽ ശൈഖ് സി.എം. വലിയുള്ളാഹി ആ പ്രകാശം ആർജിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹി അവരുടെ വീട്ടിൽ
അവര് അന്തിയുറങ്ങുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്തിലും റൂം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന പ്രത്യക്ഷത്തിലുണ്ടായിരുന്നത്. എന്നിട്ട് പോലും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹിയുടെ ആത്മീയമായ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്നതിന്റെ ചാലക ശക്തി മഹാനായ ശൈഖ് സി.എം. വലിയുള്ളാഹിയാണ്. വഫാത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ നിന്ന് എന്നുമുള്ള മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്, ഇൽമിന്റെ കേന്ദ്രമാണ്. എന്നതുപോലെ ശൈഖ് സി.എം. വലിയുള്ളാഹിയുടെ ഏറ്റവും വലിയ കറാമത്ത് ഇൽമുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അല്ലാഹു തആല അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സി.എം. വലിയുള്ളാഹിയുടെ നാമധേയത്തിലുള്ള എല്ലാ മജ്ലിസുകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ.